ഇതിൻ്റെ ഇൻറ്റീരിയർ മായാജാലം തീർത്തിട്ടുള്ളത് ബേസ്മെൻറ്റിലും ഗ്രൗണ്ട് ഫ്ലോറിലും ആയിട്ടാണ്. എടുത്തു പറയേണ്ട ഒരു വിഷയം, നമ്മുടെ ഈ ലിവിങ് സ്പേസിൻ്റെ ഒരു റിസോർട്ടിലൊക്കെ ചെന്നൊരു ഫീലാണ് നമുക്ക് ഈ ബാത്റൂമിലൊക്കെ കിടക്കുമ്പോൾ. ഈ റൂം എസ്പെഷ്യലി കസ്റ്റമൈസ് ചെയ്തിട്ടുള്ളത് ഇവിടുത്തെ മോൾക്ക് വേണ്ടിയിട്ടാണ്. വിദേശ രാജ്യത്ത് ഇരുന്നിട്ടാണ് നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യുന്നത്. സ്റ്റോൺ ഗാലറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് വയനാട് കേണിച്ചിറയിലുള്ള നിഷാബ് ഖാൻ്റെ വീട്ടിലേക്കാണ്. ഒരുപാട് വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാം. അതിമനോഹരമായിട്ടുള്ള യൂറോപ്യൻ സ്റ്റൈലിൽ പണി കഴിപ്പിച്ച 2800 സ്ക്വയർ ഫീറ്റുള്ള ഒരു വീടിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ കാണാനുള്ളത്. അപ്പോൾ വീട് വെക്കാൻ ഉദ്ദേശിക്കുന്നവരൊക്കെ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. സ്ക്വയർ ഫീറ്റിൽ പണി കഴിപ്പിച്ചിട്ടുള്ള ഈ വീടിൻ്റെ ഫ്രണ്ട് ഏരിയ എന്ന് നോക്കുമ്പോൾ തന്നെ ഒരു ചെറിയ പോർഷനിലുള്ള ഒരു ചെറിയ വീടായിട്ട് നമുക്ക് സാധാരണ തോന്നുള്ളൂ. പക്ഷേ ഇതിൻ്റെ ഇൻറ്റീരിയർ മായാജാലം തീർത്തിട്ടുള്ളത് ബേസ്മെൻറ്റിലും ഗ്രൗണ്ട് ഫ്ലോറിലും ആയിട്ടാണ്. വീടിൻ്റെ എൻട്രൻസ് ഗേറ്റിലേക്ക് വരുമ്പോൾ തന്നെ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഒരു യൂറോപ്യൻ സ്റ്റൈലിൻ്റെ തുടക്കം തന്നെ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ കഴിയും. സ്റ്റാർട്ടിങ് നമ്മുടെ ഗേറ്റിൽ ചെയ്തിട്ടുള്ളത് CNC കട്ടിങ് ചെയ്തിട്ടുള്ള ഒരു GI ഷീറ്റിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു മനോഹരമായ വളരെ ലെങ്തി ആയിട്ടുള്ള ഒരു സ്ലൈഡിങ് ഗേറ്റാണ്. അതിലൊരു ചെറിയ പോർഷനായിട്ട് കൊടുത്തിട്ടുള്ള ഈ ഒരു സൈഡ് ഗേറ്റിൽ വരുന്നത് നമ്മുടെ ഒരു കോമ്പസ് ഡിസൈന് CNC കട്ടിലൂടെ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു വലിയ നല്ല ലെങ്തി ആയിട്ടുള്ള ഈ ഒരു ഗേറ്റിൻ്റെ പോർഷൻ തന്നെ ഈ പറഞ്ഞ രൂപത്തിൽ ഒരു യൂറോപ്യൻ സ്റ്റൈലിൽ ഉള്ള രൂപത്തിലാണ് അവർ കസ്റ്റമർ ചെയ്തിട്ടുള്ളത്. അതിനോടൊപ്പം തന്നെ വരുന്ന ഈ വിശാലമായിട്ടുള്ള മുറ്റം, ഈ വീടിനോട് അനുയോജ്യമായ രീതിയിൽ വരുന്ന ഈ ഒരു മുറ്റം ചെയ്തിട്ടുള്ളത് ലാൻഡ്സ്കേപ്പിംഗ് കംപ്ലീറ്റ് താന്തൂർ സ്റ്റോണിലാണ് ചെയ്തിട്ടുള്ളത്. താന്തൂർ സ്റ്റോണിൻ്റെ കൂടെ തന്നെ നല്ലൊരു ഗ്രീനറി തരുന്ന രൂപത്തിലാണ് ഇവിടുത്തെ ഓരോ പ്ലാന്റുകളും അലൈൻ ചെയ്തിട്ടുള്ളത്. ഈ ഒരു വീടിൻ്റെ എക്സ്റ്റീരിയർ ഭംഗി വളരെ മനോഹരമാക്കുന്നുണ്ട്. വീടിൻ്റെ ഫ്രണ്ട് ഡോറ് തുറന്ന് നമ്മൾ നേരെ വരുന്നത് വീടിൻ്റെ ലിവിങ് സ്പേസിലേക്കാണ്. ഒരു ഫോർമൽ ലിവിങ് സ്പേസ്. താഴേക്ക് അതിമനോഹരമായിട്ടുള്ള വുഡൻ പാറ്റേണിലുള്ള പാനൽ വുഡാണ് ചെയ്തിട്ടുള്ളത്, ടൈലാണ് ചെയ്തിട്ടുള്ളത്. 1200x200 സൈസിൽ വരുന്ന ഒരു വുഡൻ ടൈലാണ് താഴത്ത് നൽകിയിട്ടുള്ളത്. അതൊരു സിഗ്സാഗ് മോഡലാണ് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കറക്റ്റ് ഒരു വുഡൻ ഫ്ലോറിങ് ചെയ്തിട്ടുള്ള പോലെ തന്നെയാണ് നമുക്ക് ഈ ഫ്ലോറിങ് കംപ്ലീറ്റ് കാണാൻ കഴിയുന്നത്. ഈ ലിവിങ് സ്പേസിനെ പറ്റി പറയുമ്പോൾ തന്നെ ഒരുപാട് ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ലിവിങ് സ്പേസിൽ തന്നെ നോട്ട് ചെയ്യാനുണ്ട്. ഫസ്റ്റ്ലി നമുക്കിതിൻ്റെ വുഡൻ ഫ്ലോറിംഗ് ആണ്. വുഡൻ ഫ്ലോറിങ് ഈ നല്ലൊരു കോമ്പിനേഷൻ ഈ ലിവിങ് റൂമിന് നൽകുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൽ വരുന്ന ഈ ഒരു വലിയ ഒരു സോഫ നമുക്ക് ഒരു 10 പേർക്ക് തന്നെ സുഖമായിട്ട് ഒരു ഫാമിലി മുഴുവനായിട്ട് ഇരുന്ന് കാണാൻ പറ്റിയിട്ടുള്ള ഈ ഒരു കളർ പാറ്റേണും അതുപോലെ തന്നെ ഈ ബാക്ക്ഗ്രൗണ്ട് വാളിൻ്റെ ഒരു കളർ പാറ്റേണും സെയിം ആയിട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു സോഫയിൽ ഇരുന്നാൽ നമ്മൾ നേരെ കാണുന്നത് ഒരു RR സ്റ്റോണിൽ തീർത്തിട്ടുള്ള അതിമനോഹരമായിട്ടുള്ള ഒരു വാളാണ്. ഒരു കംപ്ലീറ്റ് ആ വാൾ കംപ്ലീറ്റ് അൺസൈസ്ഡ് ആയിട്ടുള്ള RR സ്റ്റോൺ യൂസ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതിൽ തന്നെ വരുന്ന 80 ഇഞ്ചോളം വലുപ്പം വരുന്ന വളരെ വലിയൊരു TV ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എടുത്തു പറയേണ്ട ഒരു വിഷയം, നമ്മുടെ ഈ ലിവിങ് സ്പേസിൻ്റെ ടോപ്പ് അഥവാ സീലിംഗ് കൊടുത്തിട്ടുള്ളത് യൂക്കാലിപ്സ് മരം കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു പ്രത്യേക തരം ഡിസൈനാണ്. അത് അവർ കസ്റ്റമർ എടുത്ത് പറഞ്ഞ് ചെയ്യിപ്പിച്ചിട്ടുള്ള ഒരു ഡിസൈനാണ്. വളരെ യുണീക്കായിട്ട് നമുക്കത് കാണാൻ കഴിയുന്നുണ്ട്. കംപ്ലീറ്റ് ഈ വീടിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങളിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സെയിം പാറ്റേണിലുള്ള ഒരു യൂക്കാലിപ്സ് കൊണ്ടുള്ള ഒരു സീലിംഗ് ആണ് കാണാൻ കഴിയുന്നത്. അതിൽ തന്നെ നല്ല ഒരു ഇമ്പോർട്ടഡ് ടൈപ്പ് സീലിംഗ് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള കോർണറുകളൊക്കെ ആയിട്ട് ഒരു വാം ലൈറ്റും കൊടുത്തിട്ടുള്ളത് ഈ ഒരു ലിവിങ് സ്പേസിനെ വളരെ ഭംഗിയാക്കുന്നുണ്ട്. ഫ്രണ്ട് ഏരിയ ലിവിങ് സ്പേസിൽ നിന്ന് നേരെ പിന്നെ ഈ വീട്ടിലേക്ക് കാണാൻ കഴിയുന്നൊരു ഏരിയയാണ് ഇവിടുത്തെ കിച്ചൺ ആൻഡ് ഡൈനിങ് സ്പേസ് ആണ് നമുക്ക് തൊട്ട് ലിവിങ്ങിനോട് ചേർന്ന് കാണാൻ പറ്റുന്നത്. വളരെ സ്പെഷ്യലായിട്ട് ഒരു യൂറോപ്യൻ സ്റ്റൈൽ എന്നുള്ള രൂപത്തിൽ തന്നെ ചെയ്തെടുത്തിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു കിച്ചണാണ് നമുക്കിവിടെ കാണാൻ കഴിയുക. കിച്ചണിൽ നമുക്ക് എൻട്രി ചെയ്യുമ്പോൾ തന്നെ ഈ ഒരു വാളിൽ മുകളിൽ അപ്പർ വാള് നമുക്കൊരു പാർട്ടീഷനായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ തന്നെ നമ്മുടെ കപ്പ് സൈസിലുള്ള വരുന്ന പ്ലേറ്റുകളും ഗ്ലാസ്സുകളൊക്കെ ഹാങ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു ട്രേയും കൊടുത്തിട്ടുണ്ട്. ഈ രണ്ട് സൈഡിലും വളരെ മൈന്യൂട്ടായിട്ട് വരുന്ന ലൈറ്റിംഗ് ആംബിയൻസ് കിട്ടുന്ന രൂപത്തിലുള്ള സ്പോട്ട് ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട്. പ്രത്യേകം എടുത്തു പറയാനുള്ളത്, നമ്മുടെ ലിവിങ് സ്പേസിൽ നിന്നും ഡൈനിങ് സ്പേസിന് പുറമെ തന്നെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ എന്നുള്ള രൂപത്തിൽ കിച്ചണിനെയും ലിവിങ്ങിനെയും വേർതിരിക്കുന്ന തരത്തിലുള്ള ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ലിവിങ് സ്പേസിൽ ഇരുന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒരു കൗണ്ടർ പോലെ സെറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു കൗണ്ടർ വളരെ യുണീക്കായിട്ട് തോന്നുന്നല്ലേ. ഈ ഒരു കൗണ്ടർ ചെയ്തിട്ടുള്ളത്
ഫുൾ ബോഡി മെറ്റീരിയലിൽ വരുന്ന 15 mm തിക്നെസ്സോട് കൂടി വരുന്ന 2400-800 സൈസിൽ വരുന്ന സ്ലാബ് കൊണ്ട് ചെയ്തിട്ടുള്ളതാണ്. ഇതിലെ വളരെ സ്പെഷ്യാലിറ്റി ആയിട്ട് ഇതേ നേരത്തെ നമ്മൾ സിറ്റ് ഔട്ടിൽ കണ്ട പോലെ തന്നെ 45 ഡിഗ്രി കട്ട് ചെയ്തിട്ട് വളരെ സൂക്ഷ്മതയോടുകൂടി വർക്ക് ചെയ്തിട്ടുള്ള ഒരു കൗണ്ടർ ടേബിളാണ് ഈ കാണാൻ കഴിയുന്നത്. ഈ ഒരു കൗണ്ടർ യൂസ് ചെയ്തിട്ടുള്ള മെറ്റീരിയലിനാണ് കിച്ചണിലുള്ള ബാക്കി എല്ലാ കൗണ്ടറിലും യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതൊരു മൊത്തത്തിൽ നമുക്ക് കാണുമ്പോൾ തന്നെ ആ ഒരു പീക്കോക്ക് ബ്ലൂ ആൻഡ് ഒരു ബ്ലാക്ക് ഫിനിഷ് അതൊരു നല്ലൊരു ഈ കോംബോ പ്രത്യേകിച്ച് ഈ ഒരു കിച്ചണിൽ വർക്കൗട്ട് ആകുന്നുണ്ട്. ഇവരെ ഫാമിലിയൊക്കെ ഫോറിനേഴ്സ് ആയതുകൊണ്ട് തന്നെ വളരെ മിനിമലായിട്ടുള്ള രീതിയിലുള്ള ഒരു കിച്ചൺ അറേഞ്ച്മെൻറ്റ്സ് ആണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. വളരെ ചുരുങ്ങിയ ഒരു സ്പേസിലുള്ള ഒരു കിച്ചൺ അറേഞ്ച്മെൻറ്റ്സ്. അതിൽ പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ളത് ഇവിടുത്തെ ചിമ്മിനി ഹോബിൻ്റെ ഒരു ഡിസൈനാണ്. നമ്മുടെ നാച്ചുറൽ സ്റ്റോണിൽ തന്നെ ചെയ്തിട്ടുള്ള മെഷിൽ വരുന്ന കട്ട് ചെയ്ത് വരുന്ന നാച്ചുറൽ സ്റ്റോൺ തന്നെ ചെയ്തിട്ടുള്ള ഒരു ചിമ്മിനി സ്പേസ് ആണ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ ബ്രിക്ക് ടൈപ്പിൽ വരുന്ന ടൈലും കൊടുത്തിട്ടുണ്ട്. കിച്ചണിൻ്റെ കബോർഡിലേക്ക് വരുമ്പോൾ ഒരു പീക്കോ കളറിലുള്ള കബോർഡുകളാണ്. അത് മൾട്ടി വുഡിൽ പീക്കോ കളറിലുള്ള മൈക്ക് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ആ ഒരു പീക്കോ ഫിനിഷും അതുപോലെ തന്നെ താഴെയുള്ള വുഡൻ ഫിനിഷും ടോപ്പിൽ വരുന്ന ഈ ബ്ലാക്ക് ഫിനിഷും നല്ലൊരു കോമ്പിനേഷനായിട്ട് വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. ലിവിങ് സ്പേസിനെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ കിച്ചണിലേക്ക് വരുമ്പോഴും നമ്മൾ ആ ഒരു യൂറോപ്യൻ സ്റ്റൈലിൽ വരുന്ന ഒരു കിച്ചണിനോടനുസരിച്ച് വരുന്ന ഫ്രെയിംസുകളാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത്. ഫ്രെയിമുകളും അതുപോലെ തന്നെ പ്ലാസ്റ്റിക് പ്ലാന്റ് ആണ് ഇത് യൂസ് ചെയ്തിട്ടുള്ളത്. പ്ലാസ്റ്റിക് പ്ലാന്റുകളും ഈ ഒരു വാളിൽ കംപ്ലീറ്റ് കൊടുത്തിട്ടുണ്ട്. ഡൈനിങ് ടേബിളിലേക്ക് വരുമ്പോൾ വളരെ വിശാലമായിട്ടുള്ളൊരു ഡൈനിങ് ടേബിൾ അവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അഥവാ 8 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന തരത്തിലുള്ള കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള വുഡൻ ഫിനിഷിൽ ചെയ്തിട്ടുള്ള എപ്പോക്സി വുഡൻ ഫിനിഷ് വർക്കിൽ ചെയ്തിട്ടുള്ള ഒരു ഡൈനിങ് ടേബിളാണ്. സുഖമായിട്ട് 8 പേർക്ക് ഇരുന്നിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാം. അതുപോലെ തന്നെ ഈ ഒരു ഡൈനിങ് ടേബിളിനോട് ചേർന്നിട്ട് തന്നെ ബുക്ക് അതുപോലെ തന്നെ നമ്മുടെ ക്രോക്കറി ഐറ്റംസ് ഒക്കെ വെക്കാനുള്ള ഒരു ഷെൽഫും കൊടുത്തിട്ടുണ്ട്. ഇവിടെ കംപ്ലീറ്റ് ഈ വീട്ടിൽ യൂസ് ചെയ്തിട്ടുള്ളത് ഒറിജിനൽ ആയിട്ടുള്ള വുഡുകളാണ്. അഥവാ പൈൻ വുഡും അതുപോലെ തന്നെ തേക്ക് ഇതുപോലുള്ള വുഡുകളാണ് യൂസ് ചെയ്തിട്ടുള്ളത്. കസ്റ്റമർക്ക് അത് പ്രത്യേകിച്ച് നിർബന്ധമുള്ളൊരു കേസായിരുന്നു കംപ്ലീറ്റ് ഒറിജിനൽ വുഡ് തന്നെ യൂസ് ചെയ്യണം എന്നുള്ളത്. ഇതിൻ്റെ കളർ കോമ്പിനേഷനിലേക്ക് വരുമ്പോൾ ഇവിടെയും ആ ഒരു വുഡൻ ഫിനിഷും അതുപോലെ തന്നെ ഒരു ഡാർക്കിഷ് ഗ്രേ ടൈപ്പുമാണ് ഈ ഒരു കംപ്ലീറ്റ് കിച്ചണിലേക്കും ഡൈനിങ് ഹാളിലേക്കും കൊണ്ടുവന്നിട്ടുള്ളത്. ഡൈനിങ്ങിൻ്റെ മുകളിലും ഈ ഒരു നല്ല ആംബിയൻ്റോട് കൂടിയിട്ടുള്ള ലൈറ്റിങ് നമ്മുടെ നേരത്തെ പറഞ്ഞിട്ടുള്ള യൂക്കാലിപ്സ് മരങ്ങൾക്കിടയിൽ നിൽക്കുന്നതായിട്ട് കാണാൻ കഴിയും. ഡൈനിങ് ഏരിയയിൽ നിന്ന് നേരെ വരുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ബേസ്മെൻറ്റിലേക്ക് പോകുന്ന സ്റ്റെയർ കേസും അതുപോലെ തന്നെ ഒരു വാഷ് ഏരിയയുമാണ്. ഈ വാഷ് ഏരിയയിലുള്ളൊരു പ്രത്യേകത വളരെ വലിയ രീതിയിലുള്ള ഒരു സിംഗിൾ യൂണിറ്റുള്ള ഒരു ലോങ് ബേസിനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതിൽ തന്നെ വളരെ ക്യൂട്ടായിട്ട് വരുന്ന ഒരു ടാപ്പും കൊടുത്തിട്ടുണ്ട്. ഒരു ബ്ലാക്കിഷ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനാണ് ഇവിടെ വർക്കൗട്ട് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ വാളിലേക്ക് വരുമ്പോൾ ആ വാൾ നമ്മുടെ ഫ്ലോറൽ കളക്ഷനിൽ ഉൾപ്പെടുന്ന ഒരു ഹൈ ഗ്ലോസി ഫിനിഷ് ടൈല് കൊടുത്തിട്ടുണ്ട്. ടൈലിനോട് കൂടെ ഈ നേരത്തെ കണ്ടിട്ടുള്ള വുഡൻ പാറ്റേണിൽ ഒരു മിററും അതിൽ തന്നെ സ്പോട്ട് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. മെയിൻ ബേസിൻ ഏരിയയോട് ചേർന്നിട്ടാണ് ഇവിടുത്തെ 2 ബാത്റൂം കൊടുത്തിട്ടുള്ളത്. ഇവിടുത്തെ ബാത്റൂമിനെ കുറിച്ച് പറയാൻ വളരെയധികം സ്പെഷ്യാലിറ്റികളുണ്ട്. നോർമൽ ടൈപ്പ് ബാത്റൂം ഡിസൈനുകളല്ല ഇവിടെ മെയിനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഇതുവരെ കണ്ടിരുന്നതിലുള്ള ഒരു വെറൈറ്റി ഈ ഒരു ബാത്റൂമിലൂടെ കൂടി കൊണ്ടുവന്നിട്ടുണ്ട്. ബാത്റൂമിലേക്ക് നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ മറ്റെവിടെയും കാണാത്ത ടൈപ്പിലുള്ള ഒരു ബാത്റൂമാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഒരു റിസോർട്ടിലൊക്കെ ചെന്നൊരു ഫീലാണ് നമുക്ക് ഈ ബാത്റൂമിലേക്ക് കിടക്കുമ്പോൾ. കാരണം നമ്മൾ വാളിൽ യൂസ് ചെയ്തിട്ടുള്ളത് 2x1 സൈസിലുള്ള നാച്ചുറൽ സ്റ്റോണാണ്. നമ്മുടെ ലൈം സ്റ്റോണിലൊക്കെ ഉൾപ്പെടുന്ന ഒരു ടൈപ്പ് സ്റ്റോണാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ആ സ്റ്റോണിന് മുകളിൽ നല്ലൊരു ക്ലിയറും അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഫ്ലോറിങ്ങിലോട്ട് വരുമ്പോൾ ആൻറ്റി സ്കഡിലുള്ള ഹെവി ഡ്യൂട്ടി വിട്രിഫൈഡ് ടൈൽസാണ് ഫ്ലോറിൽ യൂസ് ചെയ്തിട്ടുള്ളത്. വളരെ ലക്ഷറിയസ് ഫീൽ നൽകുന്ന ഈ ഒരു ബാത്റൂം മെയിൻലി നമ്മൾ ഒറ്റ നോട്ടത്തിൽ കാണപ്പെടുന്നത് ഈ ഒരു ബേസിനാണ്. ഈ ബേസിന് നാച്ചുറൽ സ്റ്റോണിൽ തീർത്തിട്ടുള്ള ഈ ബേസിനാണ് ഈ ബാത്റൂമിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഈ ബേസിനോട് ചേർന്നിട്ട് തന്നെ ഏറ്റവും ടോപ്പിൽ ഒരു അൺസൈസ്ഡ് ആയിട്ട് വരുന്ന ഒരു മിററും അതിനോട് മുകളിൽ സ്പോട്ട് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ഇതിന് ചേർന്നിട്ട് ഈ ബാത്റൂമിനെ ബാത്തിങ് ഏരിയ നമ്മുടെ ഗ്ലാസ് പാർട്ടീഷൻ കൊണ്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. വീട്ടിലേക്ക് വരുമ്പോഴുള്ള ഒരു ഫ്രണ്ട് ഫേസിൽ തന്നെ നമുക്ക് ഈ ഒരു ബെഡ്റൂമും ഇവിടെ കാണാൻ കഴിയും. ബെഡ്റൂമിലേക്ക് കയറി വരുമ്പോൾ തന്നെ നല്ലൊരു വാം ലുക്ക് തന്നെ ബെഡ്റൂം തരുന്നുണ്ട്.
അതിൻ്റെ ഒരു കളർ പാറ്റേൺ ആണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് വരുന്നത്. ഫ്ലോറിലൊക്കെ ഈ സെയിം നമ്മൾ നേരത്തെ കണ്ട വുഡൻ ഫിനിഷ് ടൈല് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 3 സെക്ഷനുകളിലായിട്ടാണ് ഇവിടുത്തെ ഒരു വിൻഡോ കൊടുത്തിട്ടുള്ളത്. ആ വിൻഡോ എന്ന് പുറത്തേക്ക് അറൗണ്ട് ഒരു 80% വ്യൂവും നമുക്ക് പുറത്തേക്ക് കിട്ടുന്നുണ്ട്. ഈ റൂം എസ്പെഷ്യലി കസ്റ്റമൈസ് ചെയ്തിട്ടുള്ളത് ഇവിടുത്തെ മോൾക്ക് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കളർ തീമും ഇവിടെ കൊടുത്തിട്ടുള്ള ഈ ടോയ്സ് വെക്കുന്ന പോർഷൻസൊക്കെ വളരെ എലഗൻ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഈ വീടിൻ്റെ മറ്റൊരു ബെഡ്റൂം. ഇവിടുത്തെ ഓരോ റൂമും സെറ്റ് ചെയ്തിട്ടുള്ളത് ഓരോ കളർ തീമിലാണ്. അത് അവരവരുടെ ഓരോ മക്കൾക്കും ഇഷ്ടപ്പെടുന്ന രൂപത്തിലുള്ള കളർ പാറ്റേണുകളാണ് ഓരോ റൂമിലും സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ വീടിൻ്റെ ഏതൊരു റൂമിൽ നിന്ന് നോക്കുമ്പോഴും നമ്മളെ വീടിൻ്റെ നല്ല ഗ്രീനറി ആയിട്ടുള്ള ഒരു പ്രദേശമാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഫുൾ വ്യൂ നമുക്ക് ഓരോ റൂമിലിരുന്നാലും കിട്ടും. അതിലെ ഓരോ റൂമിൻ്റെ വിൻഡോക്ക് സൈഡിലും ഒരു ബെവൽ വിൻഡോ എന്നുള്ള രൂപത്തിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ സെറ്റ് ചെയ്തിട്ടുള്ളതൊക്കെ നോർമൽ മൾട്ടിവുഡിൽ സെറ്റ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ കുഷ്യൻ ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ വളരെ കാം ആൻഡ് ക്വയറ്റായിട്ട് നമുക്ക് ഓരോ റൂമിലും അവർക്ക് സ്പെൻഡ് ചെയ്യാനുള്ള ഒരു സ്പേസും കൂടിയും കൊടുത്തിട്ടുണ്ട്. വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറാണ് നമ്മൾ ഇതുവരെ കണ്ടത്. ഈ ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ പാസേജ് ഏരിയയിൽ നിന്നാണ് ഇതൊരു റൂമിലേക്കുള്ള എൻട്രൻസ് വരുന്നത്. ഈ റൂമിൻ്റെ എൻട്രൻസിനോട് ചേർന്നാണ് ഇതിൻ്റെ സ്റ്റെയർ കേസ്. സാധാരണ വീടിൻ്റെ നമ്മൾ സ്റ്റെയർ കേസ് മുകളിലേക്ക് കയറി പോകുമ്പോൾ ഈ വീടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അടുത്ത ഫ്ലോറിങ് വരുന്നത് ഇതിൻ്റെ ബേസ്മെൻ്റ് ആയിട്ടാണ്. അപ്പോൾ ഈ ബേസ്മെൻറ്റിലെ വിശേഷങ്ങളൊക്കെ നമുക്ക് കിടക്കാം. സാധാരണ വീട്ടിൽ നിന്നും ഒരു വെറൈറ്റി ആയിട്ട് തോന്നിയത് ഈ ഒരു ബേസ്മെൻറ്റാണ്. ഈ ഒരു ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്നും ബേസ്മെൻറ്റിലേക്ക് പോകുന്ന വഴിയാണ്. ഇതിൽ മെയിൻലി ഈ സ്റ്റെയർ കേസിൻ്റെ ഹാൻഡ് റെയിലൊക്കെ ചെയ്തിട്ടുള്ള GIൻ്റെ മുകളിൽ വുഡൻ ഹാൻഡിലാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ സ്റ്റെപ്പിൽ ചെയ്തിട്ടുള്ളതും 15 mm തിക്നെസ് വരുന്ന ഒരു ഫാൻസി ക്രിസ്റ്റൽ ബ്ലാക്ക് ടൈപ്പ് വരുന്ന 1600-800 സൈസിലുള്ള ടൈല് കട്ട് ചെയ്ത് 45 ഡിഗ്രിയിൽ ഷാർപ്പനിങ് ചെയ്തിട്ടാണ്. അത് ഫാൻസി ബ്ലാക്കിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ പല വീടുകളിലും മുന്നേ കണ്ടിട്ടുണ്ട്. ഈ ഫാൻസി ബ്ലാക്ക് യൂസ് ചെയ്തിട്ടുണ്ട്. സാധാരണ ഫ്രണ്ട് സ്റ്റെപ്പിലൊക്കെ യൂസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ അവർ യൂസ് ചെയ്തിട്ടുള്ളത് ഇത് ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്നും ബേസ്മെൻറ്റിലേക്ക് പോകുന്ന സ്റ്റെയർ കേസിലാണ്. നമുക്ക് ഈ ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്നുള്ള ലൈറ്റിങ്ങിൻ്റെയും അതുപോലെ തന്നെ ആ റിഫ്ലക്ഷനൊക്കെ നമുക്ക് നല്ലവണ്ണം ഈ ഒരു സ്റ്റെയർ കേസിൽ എൻഹാൻസ് ചെയ്ത് കാണിക്കുന്നുണ്ട്. ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്നും ബേസ്മെൻറ്റ് ഫ്ലോറിലേക്ക് വന്നു കഴിഞ്ഞാൽ മുകളിലെ ഫ്ലോറിനെ അപേക്ഷിച്ച് ഈ ഒരു ഭാഗത്തെ ഏറ്റവും കൂടുതൽ വ്യത്യസ്തമാക്കുന്നത് ഇവിടുത്തെ ഫ്ലോർ ടൈലാണ്. കാരണം നമ്മൾ മുകളിൽ നേരത്തെ കണ്ടു കഴിഞ്ഞ പോലെ തന്നെ കംപ്ലീറ്റ് ഒരു വുഡൻ ബ്രൗണിഷ് പാറ്റേണിൽ വരുന്ന പാനലിംഗ് ആണ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും സെയിം പാറ്റേണിൽ വരുന്ന ടൈലാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇതിനെ ഒരു യുണീക്കാക്കുന്നത് ഇതിൻ്റെ കളറാണ്. ഒരു ഗ്രേയിഷ് വുഡ് ടൈപ്പിൽ വരുന്ന ഒരു യൂറോപ്യൻ സ്റ്റൈലിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പാണ് ഈ ഒരു ഗ്രേയിഷ് വുഡൻ പാറ്റേൺ. ആ ഒരു ഗ്രേയിഷ് കളർ വരുന്ന പാറ്റേൺ ആണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഈ വീഡിയോൻ്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നു, നമ്മൾ ഈ ഹൗസ് ഓണർ ഒരു സഞ്ചാര സ്നേഹിയാണ്, അല്ലെങ്കിൽ ഒരു യാത്ര ഒരുപാട് അല്ലെങ്കിൽ കലാപരമായിട്ടൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ ഈ വീടിൻ്റെ കംപ്ലീറ്റ് വാളുകളും ആർട്ടിക്കിൾ കൊണ്ട് അല്ലെങ്കിൽ പെയിൻറ്റിങ്സ്, ഫ്രെയിംസ് ഇങ്ങനെ ഒരുപാട് മെറ്റീരിയൽ കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട്. അതും വളരെ ഭംഗിയോട് കൂടിയിട്ട് കാണാൻ നല്ല ആംബിയൻസോട് കൂടിയിട്ടാണ് ഓരോ വർക്കുകളും ചെയ്തിട്ടുള്ളത്. ഈ ഒരു വലിയ സോഫയിൽ ഇരുന്നിട്ട് നമുക്ക് ഇതിൻ്റെ പുറം ഭംഗിയൊക്കെ ഇങ്ങനെ ആസ്വദിക്കാൻ ഭയങ്കര രസമാണ്. ഇവിടെ ഇരുന്നിട്ട് ഈ ഒരു ഭംഗി ഇങ്ങനെ ആസ്വദിക്കുമ്പോൾ ഈ ഒരു ലിവിങ് സ്പേസിൽ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് ചെയ്തിട്ടുള്ളത് തടി കൊണ്ടുള്ള ഫ്രെയിമിൽ കുഷ്യൻ വർക്ക് ചെയ്തിട്ടുള്ളതാണ്. വിശാലമായിട്ട് നല്ല തൈ സപ്പോർട്ടോട് കൂടിയിട്ടുള്ള ഒരു സോഫ സെറ്റിയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ബേസ്മെൻറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ വളരെ വിശാലമായിട്ടുള്ള ഒരു ലിവിങ് സ്പേസ് ആണ്. ഇതൊരു സെക്കൻഡ് ലിവിങ് ആണ്. പക്ഷേ നമ്മൾ മുകളിലത്തെ ഫ്ലോറിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ വിശാലമായിട്ടുള്ള ഒരു ലിവിങ് സ്പേസ് ആണ്. ഇതിലെ മെയിൻ ഹൈലൈറ്റ് നമ്മുടെ ഈ ലിവിങ് സ്പേസിൻ്റെ ഒരു വാൾ കംപ്ലീറ്റ് വരുന്നത് UPVC കൊണ്ടുള്ള നമ്മുടെ മെയിൻ ഡോറ് പോലെ തോന്നിക്കുന്ന രൂപത്തിലുള്ള ഒരു ഡോറാണ്. അത് വളരെ വിശാലമായിട്ടുള്ള ഒരു കാഴ്ച, ഒരു പുറം ഭംഗി നമുക്ക് ആസ്വദിക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഫാമിലിയൊക്കെ ആയിട്ട് ഇരുന്ന് ഈ ഒരു സിറ്റ് ഔട്ട് പോർഷനിലൊക്കെ ഇരുന്നിട്ട് നമുക്ക് ഭംഗിയുള്ള കാഴ്ചകളൊക്കെ ആസ്വദിച്ച് ഇരിക്കാൻ പറ്റിയൊരു സ്പേസാണ് പൊതുവെ ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ മുകളിലേക്ക് വരുമ്പോൾ സീലിങ്ങിലും നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള യൂക്കാലിപ്സ് വുഡ് കൊണ്ടാണ് ഇവിടുത്തെ സീലിങ്ങും ചെയ്തിട്ടുള്ളത്. മുകളിൽ ഒരു ഇമ്പോർട്ടഡ് ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. നേരത്തെ മുകളിൽ കണ്ട പോലെ തന്നെ ഉള്ള ചെറിയ വാം ലൈറ്റുള്ള സ്പോട്ട് ലൈറ്റുകളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു മുകളിൽ സീലിംഗ് കംപ്ലീറ്റ് ഒരു വുഡൻ വൈറ്റ് കോമ്പിനേഷനിൽ
നമ്മൾ നേരത്തെ ഫ്ലോറിൽ കണ്ടുപോലെ തന്നെ ഇവിടെയും ചെയ്തിട്ടുണ്ട്. 2 ബെഡ്റൂമോടും ഒരു ലിവിങ് സ്പേസോട് കൂടിയിട്ടാണ് നമ്മുടെ ഇതിൻ്റെ ബേസ്മെൻറ്റ് വരുന്നത്. ഈ ബേസ്മെൻറ്റിൻ്റെ ലിവിങ് സ്പേസിൽ നിന്നും പുറത്തേക്ക് നല്ല ഒരു വിശാലമായിട്ടുള്ള ഈ ഒരു ഗ്രീനറി ആസ്വദിക്കാൻ വേണ്ടിയിട്ട് തന്നെ ഒരു ബാക്ക് സിറ്റ് ഔട്ടും കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഫ്രണ്ട് സിറ്റ് ഔട്ടിൽ കൊടുത്തിട്ടുള്ള അതേ ആൻറ്റി സ്കിഡ് ഫുൾ ബോഡി ടൈൽ തന്നെയാണ്, 4x2 സൈസിലുള്ള ടൈൽ തന്നെയാണ് ഈ ഒരു ബാക്ക് പോർഷനിലുള്ള സിറ്റ് ഔട്ടിലും കൊടുത്തിട്ടുള്ളത്. വീടിൻ്റെ ഫ്രണ്ടിലെ എൻട്രൻസ് ഡോർ പോലെ തന്നെ ബാക്കിലോട്ട് വരുമ്പോഴും ബേസ്മെൻറ്റിൽ ബാക്ക് ഡോറായിട്ട് വരുന്നതും UPVCയിൽ ചെയ്തിട്ടുള്ള ഈ ഒരു വലിയ ഡോറാണ് ഇവിടെയും ചെയ്തിട്ടുള്ളത്. നമ്മൾ ഇതുവരെ കണ്ടത് വയനാട് കേണിച്ചിറയിലുള്ള നിഷാബ് ഖാൻ്റെ വീട്ടിലെ വിശേഷങ്ങളാണ്. 5 അംഗ ഫാമിലി അടങ്ങുന്ന നിഷാബ് ഖാൻ്റെ ഫാമിലി 4 ബെഡ്റൂമുകളും 2 ലിവിങ് റൂമും ഒരു കിച്ചണും ഡൈനിങ്ങും ഉൾപ്പെടുന്ന 2800 സ്ക്വയർ ഫീറ്റിൽ പണി കഴിപ്പിച്ചിട്ടുള്ള ഈ ഒരു യൂറോപ്യൻ സ്റ്റൈൽ ഇൻറ്റീരിയർ മായാജാലം തീർത്തിട്ടുള്ള ഒരു വീടാണ്. ഈ വീടിൻ്റെ മറ്റ് വിശേഷങ്ങളിലേക്ക് വരുമ്പോൾ ഇവരുമായിട്ട് നമുക്ക് കോൺടാക്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു സാഹചര്യം കൂടി പറയാം. അവർ ഓൺലൈൻ ത്രൂ വിദേശ രാജ്യത്തിരുന്നിട്ടാണ് നമ്മളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയൊരു ഏരിയ സെലക്ട് ചെയ്യുമ്പോൾ തന്നെ അവർ നമ്മളുമായിട്ട് കോൺടാക്റ്റ് ചെയ്തിരുന്നു. ഈ കാണുന്ന കംപ്ലീറ്റ് ടൈൽസ് വർക്കും അതുപോലെ തന്നെ സാനിറ്ററി ഫിറ്റിങ്സ് ഐറ്റംസും കംപ്ലീറ്റ് പർച്ചേസ് ചെയ്തിട്ടുള്ളത് സ്റ്റോൺ ഗാലറിയിൽ നിന്നാണ്. കംപ്ലീറ്റ് വീടിൻ്റെ വർക്ക് എടുപ്പിച്ചിട്ട് ടൈൽ സംബന്ധമായിട്ടുള്ള വർക്കുകളെല്ലാം എടുപ്പിച്ചിട്ടുള്ളത് നമ്മൾ തന്നെയാണ്. നമ്മുടെ വളാഞ്ചേരിക്കാരനായ നൗഫലാണ് ഈ കംപ്ലീറ്റ് ഇത്രയും നല്ല മനോഹരമായിട്ട് 45 ഡിഗ്രിയിലൊക്കെ ചെയ്തിട്ടുള്ള ഈ വർക്ക് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ടൈൽ സംബന്ധമായിട്ടുള്ള ആവശ്യങ്ങൾക്കും വർക്ക് സംബന്ധമായിട്ടുള്ള ആവശ്യങ്ങൾക്കും നിങ്ങൾക്ക് നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം. ഇതുപോലെ മനോഹരമായിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഹോം ടൂറുകളായിട്ടും അതുപോലെ തന്നെ പുതിയ ഇൻറ്റീരിയർ അല്ലെങ്കിൽ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള പുതിയ ഇൻഫർമേഷനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. കൂടുതൽ ഇൻഫർമേഷന് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. താങ്ക് യു.